അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. IPS 2 വഹിബുൽ ഇസ്ലാം മാർച്ച് 2025 ആനുവൽ ഇവാലുവേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. രക്ഷിതാക്കൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. ഓൺലൈനായിട്ട് നമ്മളെ ചെറിയ മക്കൾക്ക് എത്രത്തോളം ഇത് ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് രക്ഷിതാക്കൾക്ക് മനസ്സിലാക്കി അവരിലൂടെ മക്കളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു സിസ്റ്റത്തിൽ ഞാനിത് ചെയ്തിട്ടുള്ളത്. രണ്ട് തരത്തിലാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ഒന്ന് ഇഖ്തിബാറും തഹരീരിയും റിട്ടൺ എക്സാമാണ്, പിന്നെ ഇഖ്തിബാറും ഷഫഹിയും ഓറൽ എക്സാമാണ്. ഇത് ചൊല്ലിക്കൊടുക്കുക, ഇത് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ എഴുതി കൊടുക്കാൻ ടിക്ക് ചെയ്യാനൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഒന്നാമത്തത് മുലാഹിൽ വനഖ്താർ, ശരിയായത് എടുത്തെഴുതാനാണ്. ഇപ്പോൾ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുള്ളത് ഒരായത്ത് കൊടുത്തിട്ടുണ്ട്, ആയത്ത് വരുന്ന സൂറത്തിൻ്റെ പേരും ഇവിടെ കൊടുത്തിട്ടുണ്ട്. 3 സൂറത്തുകളുടെ പേര് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ഈ ആയത്ത് വരുന്ന സൂറത്തുകൾ നമ്മൾ കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് നമ്മൾ വഹിബുൽ ഇസ്ലാം പഠിച്ച എല്ലാ സൂറത്തുകളുടെ നെയിംസും നമ്മൾ മനസ്സിലാക്കി വെക്കണം. മാ വദ്ദഅക റബ്ബുക വമാ ഖല, സൂറത്തുൽ ളുഹയാണ്. ഓക്കെ, പിന്നെ സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലീൻ, സൂറത്തുൽ തീനാണ്. ഇറമ ദാത്തിൽ ഇമാദ്, സൂറത്തുൽ ഫജ്ർ ആണ്. വളഅന അൻക വിസ്റക, സൂറത്തുൽ ഇൻശിറാഹ്. അപ്പോൾ നമ്മൾ ഹിഫ്ളാക്കി പഠിച്ചിട്ടുണ്ട് സൂറത്തുകൾ. ആ പഠിച്ച സൂറത്തുകളെ പേര് കൂടി പറഞ്ഞ് പഠിപ്പിക്കുക കേട്ടോ. ആദ്യം പേര് പറഞ്ഞിട്ട് സൂറത്തുകൾ ഓതിപ്പിക്കുക. പിന്നെ അടുത്ത ക്വസ്റ്റ്യന് മാച്ച് ദ ഫോളോയിങ് ആണ്. ഇവിടെ കൊടുത്തിട്ടുള്ളത് 4 ശരിയായിട്ട് യോജിപ്പിക്കാനാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നോക്കാം. ഇതിപ്പോൾ ഹദീസുകളും അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ബാക്കി ഇവിടെ കൊടുത്തിട്ടുള്ളതിൻ്റെ ബാക്കി ഭാഗം ഇപ്പുറത്തുണ്ട്, അത് യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ തആവനു അലൽ ബിർരി, പേജ് നമ്പർ 52 ഹദീസ് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ തആവനു അലൽ ബിർരി വത്തഖ്വ, ഇതാണ് അതിൻ്റെ ഉത്തരം. രണ്ടാമത്തത് പേജ് നമ്പർ 61 ഇന്നൽ മുബദ്ദിരീന കാനു ഇഖ്വാന ഷയാത്വീൻ, ഇത് പേജ് നമ്പർ 61 നമ്മൾ പഠിക്കുന്നുണ്ട്. മൂന്നാമത്തത് പേജ് നമ്പർ 57 ഒരു ഹദീസാണ്. അൽ അഖലു സലീം, അൽ അഖ്ലു സലീം ഫി ജിസ്മി സലീം. ഓക്കെ, അപ്പോൾ ആരോഗ്യമുള്ള ശരീരത്തിൽ ആരോഗ്യമുള്ള ബുദ്ധി ഉണ്ടാകും എന്നുള്ള ഭാഗമാണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ അന്നല്ലാഫ, വൃത്തി, പേജ് നമ്പർ 56 പഠിക്കുന്ന കാര്യമാണ്. വൃത്തി എന്നുള്ളത് അന്നല്ലാഫ മിനൽ ഈമാൻ, ഇതാണ് അതിൻ്റെ ഉത്തരം. അന്നല്ലാഫ മിനൽ ഈമാൻ. ഓക്കെ, ഇനി അടുത്തത് പേജ് നമ്പർ 37 ദിക്റുകളാണ്. സുബ്ഹാനല്ലാഹി, അൽഹംദുലില്ലാഹി, അല്ലാഹു അക്ബർ. ഇത് എളുപ്പത്തിൽ നമുക്ക് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ പേജ് നമ്പർ ഞാൻ പറഞ്ഞത് അനുസരിച്ചിട്ട് ആ പേജുകളിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഞാൻ പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ചെയ്തിട്ടുള്ളത്, ശ്രദ്ധിക്കുക. മൂന്നാമത്തത് മുലാഹിൽ വനഖ്താർ ഷാസ, ഇവിടെ ഒറ്റപ്പെട്ടതിനെ ക്വസ്റ്റ്യൻസിൽ നിന്ന് ഒറ്റപ്പെട്ടതിനെ എന്താക്കുക കണ്ടെത്തിയിട്ട് റൗണ്ട് ചെയ്യുക. അപ്പോൾ ഒന്നാമത്തത് ഇസ്രാഫീൽ അലൈഹിസ്സലാം, റഖീബ് അലൈഹിസ്സലാം, തൗറാത്ത്, മാലിക് അലൈഹിസ്സലാം. അപ്പോൾ ഇതിൽ 3 മലക്കുകളുടെ പേരാണ്, 1 കിതാബിൻ്റെ പേരാണ്. അപ്പോൾ ഒറ്റപ്പെട്ടത് കിതാബാണ്, അപ്പോൾ അതിനെ റൗണ്ട് ചെയ്യും. 2 സിബാഹ, റുക്കൂബ, ദറാജ, നലാഫ, ഫറാസ. ഇത് സ്പോർട്സ് ഐറ്റംസിൻ്റെ പേരും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നിത്യ ജീവിതത്തിൽ പാലിക്കേണ്ട ഒരു ചിട്ടയുടെ പേരും കൊടുത്തിട്ടുണ്ട്. സിബാഹ എന്ന് പറഞ്ഞാൽ നീന്തൽ, റുക്കൂബ ദറാജ എന്ന് പറഞ്ഞാൽ സൈക്കിൾ ഓടിക്കുക, സൈക്കിൾ ഓട്ടം, നലാഫ എന്ന് പറഞ്ഞാൽ വൃത്തി, ഫറാസ് എന്ന് പറഞ്ഞാൽ കുതിരയോട്ടം. അപ്പോൾ ഇതിൽ ഒറ്റപ്പെട്ടത് നവാഫയാണ്. അപ്പോൾ ഇത് പേജ് നമ്പർ 57 ഈ മത്സരങ്ങളെ കുറിച്ചിട്ട്, ഈ സ്പോർട്സ് ഐറ്റംസിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. അതിൻ്റെ ഓരോന്നിൻ്റെ പേരും മീനിങ്സ് നമ്മൾ മനസ്സിലാക്കിയ കേട്ടോ. അവിടെ മൂന്നാമത്തത് അൽ ഹജ്ജ്, നൗം, സൗം, സലാത്ത്. ഇതിൽ നൗമാണ് ഒറ്റപ്പെട്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റ് ഹജ്ജും സൗമും സലാത്തും, ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറിയാലോ, സൗം എന്ന് പറഞ്ഞാൽ നോമ്പ് നോക്കാം, സലാത്ത് എന്ന് പറഞ്ഞാൽ നിസ്കാരം. ഈ 3 കാര്യങ്ങളും എന്താണ്? ഇസ്ലാം കാര്യങ്ങളാണ്. ഇസ്ലാം കാര്യങ്ങൾ 5 പഠിച്ചതിലുള്ള 3 കാര്യങ്ങളാണ്. നൗം എന്നുള്ളത് ഇതിൽപ്പെട്ടതല്ല, അപ്പോൾ നൗമാണ് ഒറ്റപ്പെട്ടത്, അതിന് റൗണ്ട് ചെയ്യും. 4 സൂറത്തുകളുടെ പേര് കൊടുത്തിട്ടുണ്ട്. സൂറത്തിൻ്റെ പേരല്ലാത്ത ഒരു ഐറ്റം കൂടി കൊടുത്തിട്ടുണ്ട്. സൂറത്തുൽ ഫജ്ർ, സൂറത്തുൽ ബയ്യന, സൂറത്തുൽ അലഖ്. കുനൂത്ത് എന്നുള്ളത് നിസ്കാരത്തിൽ നമ്മൾ ചെയ്യേണ്ട സുന്നത്താണ് ഒരു കാര്യം. അപ്പോൾ കുനൂത്താണ് ഇതിൽ ഒറ്റപ്പെട്ടിട്ടുള്ളത്, ഇതിന് റൗണ്ട് ചെയ്യും. അടുത്തത് 5 റുക്കൂ നിസ്കാരത്തിലുള്ള കാര്യമാണ്. അത്തഹിയാത്ത് നിസ്കാരത്തിലുള്ളതാണ്. ഉളു എന്നുള്ളത് നിസ്കരിക്കുന്നതിന് മുമ്പുള്ളതാണ്. സുജൂദ് എന്നുള്ളത് നിസ്കാരത്തിലുള്ളതാണ്. അപ്പോൾ ഉളു ആണ് ഒറ്റപ്പെട്ടിട്ടുള്ളത്. മറ്റുള്ളതൊക്കെ നിസ്കാരത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഉളു നിസ്കാരത്തിന് തൊട്ട് മുമ്പ് ചെയ്യേണ്ട കാര്യമാണ്, അല്ലേ? നിസ്കാരത്തിന് മുമ്പ് ചെയ്തിരിക്കേണ്ട കാര്യമാണ്. ഇത്രയാണ് റിട്ടൺ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ്. ഇനി ഇഖ്തിബാർ ഷഫഹിയാണ്.
ഇഖ്തിബാർ ഷഫഹി എന്ന് പറഞ്ഞാൽ ചൊല്ലിക്കൊടുക്കുക. ടീച്ചേഴ്സ് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കും, അപ്പോൾ നമ്മളത് എന്താക്കുക, അതിനനുസരിച്ചിട്ട് ചൊല്ലിക്കൊടുക്കുക, ഓതിക്കൊടുക്കുക, പറഞ്ഞു കൊടുക്കുക. ഇപ്പോൾ സൂറത്തുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇന്നത്തലു നസ്തഹസിന് ഇത് നോക്കിയിട്ട് കൊടുക്കേണ്ട ഭാഗമാണ്. നല്ല വൃത്തിയിൽ നല്ല ഈണത്തിൽ ചൊല്ലിക്കൊടുക്കുക. സൂറത്തു തീന് ചോദിച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം. സൂറത്തുൽ ഇൻഷിറാഹ്, സൂറത്തുൽ ലൈലിലെ 10 ആയത്ത്, സൂറത്ത് ഷംസിലെ 8 ആയത്ത്, സൂറത്തുൽ ഫജറിലെ 10 ആയത്ത്. ഇതിൽ ഇപ്പോൾ എത്രയാണോ നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത് 4 ചൊല്ലിക്കൊടുക്കാനാണ്. അപ്പം ഇപ്രാവശ്യം എങ്ങനെയാണെന്നുള്ളത് അറിയില്ല. അപ്പോൾ അതിനനുസരിച്ച് ടീച്ചർ പറയും, അതനുസരിച്ച് ചൊല്ലിക്കൊടുക്കാനാണ്. പിന്നെ അടുത്തത് നഖ്റഉ വനുക്മിലു. ഇത് നമ്മൾ കാണാതെ പറഞ്ഞെടുക്കാനുള്ളതാണ്. അതിന് തുടക്കം നമുക്ക് ടീച്ചേഴ്സ് പറഞ്ഞുതരും. റബ്ബനാ ആതിനാ, ബാക്കി നമ്മൾ എന്താക്കാം ചൊല്ലിക്കൊടുക്കണം. ഈ പേജ് നമ്പർ 38 ഈ ഒരു ഇത് വരുന്നത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസനത്തുൻ വഫിൽ ആഖിറതി ഹസനത്തുൻ വഖിനാ അദാബന്നാർ. ആ ഒരു ദുആ ആണ്. പിന്നെ പേജ് നമ്പർ 58 വരുന്ന ആയത്ത് ആമന റസൂൽ എന്നുള്ള ആയത്ത് നമ്മൾ കാണാതെ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതെന്താക്കാം ചൊല്ലിക്കൊടുക്കുക. ഈ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഇപ്പം 3ാമത്തെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ലം യകുനില്ലദീന, സൂറത്തുൽ ബയ്യിനയാണ്. മാജാഅത്തുഹുൽ ബയ്യിന എന്ന ഇടം വരെ ചൊല്ലിക്കൊടുക്കാനാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇത്രയാണ് ടീച്ചേഴ്സ് നമ്മളോട് ചൊല്ലാൻ പറയുന്നത്, അതനുസരിച്ചിട്ട് നമ്മളോട് ചൊല്ലിക്കൊടുക്കുക. പിന്നെ ഹിഫ്ള് തന്നെയാണ് ചോദിക്കുന്നത്. തദക്കർ വനപ്പോൾ, ഓർമ്മയിൽ നിന്ന് എടുത്തിട്ട് ചൊല്ലിക്കൊടുക്കുക. കാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഹജ്ജ് മബ്റൂർ ദേശ്. പേജ് നമ്പർ 44 വരുന്നുണ്ട്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഹജ്ജു മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലാ ബിൽ ജന്ന. മബ്റൂറായിട്ടുള്ള ഹജ്ജിന് സ്വർഗ്ഗമല്ലാതെ മറ്റൊരു പ്രതിഫലമില്ല. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് കാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹഖുൽ മുസ്ലിമാണ്, മുസ്ലിങ്ങളുടെ ബാധ്യത, ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനുള്ള ബാധ്യത പറയുന്ന ഹദീസ്. പേജ് നമ്പർ 40 ഹഖുൽ മുസ്ലിമി അലൽ മുസ്ലിം ഖംസുൻ റദ്ദുസ്സലാം ഇയാദത്തുൽ മരീദ് വത്തിബഉൽ ജനായിസ് വഇജാബത്തുദ് ദഅവ വതശ്മീത്തുൽ ആതിസ്. ഇനി അടുത്ത 3ാമത്തത് ആയിഷ റളിയല്ലാഹു അൻഹ കാനത്ത് യദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പേജ് നമ്പർ 54 ഇത് വരുന്നത്. കാനത്ത് യദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ യുംന ലിത്തഹൂരിഹി വതആമിഹി വകാനത്തുൽ യുസ്ര ലി ഖലാഇഹി വമാ കാന മിനൽ അദാ. വലത് കൈ വൃത്തിയാക്കുക, അത് ഭക്ഷണം കഴിക്കുക, അതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും. ഇടത്തെ കൈ ലി ഖലാഇഹി, നമ്മളെ ശുചീകരണത്തിന് വേളയിൽ, അതുപോലുള്ള പിന്നെ മെച്ചമായിട്ടുള്ള കാര്യങ്ങൾ നീക്കുന്ന കാര്യങ്ങളിലൊക്കെ വേണ്ടിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മെയിനായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നബി വലത്ത് കൈ ഏതിനൊക്കെയാണ് യൂസ് ചെയ്തത്, ഇടത് കൈ ഏതിനൊക്കെയാണ് യൂസ് ചെയ്തത് പഠിപ്പിക്കുന്ന ഹദീസാണ്. ഇത് നമ്മളെന്താക്കാം പഠിപ്പിച്ചേക്കുക. എല്ലാ നല്ല കാര്യത്തിന് വേണ്ടിയിട്ടും നമ്മൾ വലത് കൈനെ എന്താക്കണം മുന്തിക്കണം. പിന്നെ ക്വസ്റ്റ്യൻ 4 ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മുഅ്മിനു ലിൽ മുഅ്മിൻ. പേജ് നമ്പർ 51 വരുന്ന ഹദീസാണ്. അൽ മുഅ്മിനു ലിൽ മുഅ്മിൻ, അൽ മുഅ്മിനു ലിൽ മുഅ്മിനി കൽ ബുനിയാനി യശുദ്ദു ബഅദുഹു ബഅദാ. അൽ മുഅ്മിനു ലിൽ മുഅ്മിനി കൽ ബുനിയാനി യശുദ്ദു ബഅദുഹു ബഅദാ. അപ്പോൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഇനി ബൈത്ത് ചൊല്ലിക്കൊടുക്കാനാണ്. മുഹബ്ബുൽ ഇസ്ലാമിൽ പഠിച്ച ബൈത്തുകൾ കാണാതെ പഠിച്ചു വെക്കണം, അത് കാണാതെ നമ്മൾ ചൊല്ലിക്കൊടുക്കണം. ഇവിടെ ചോദിച്ചിട്ടുള്ളത് ലബ്ബൈക യാ അല്ലാഹ്, ലബ്ബൈക യാ അല്ലാഹ്, പിന്നെ ഡാഷ് ബിബക്കത്തൽ ഉൽമാ. അപ്പോൾ ഇവിടെ പിന്നെ ആദ്യത്തെ വരി ക്വസ്റ്റ്യൻ പേപ്പറിൽ കൊടുത്തിട്ടുണ്ട്, 2ാമത്തെ വരി കൊടുത്തിട്ടില്ല, 3ാമത്തെ വരീൻ്റെ തുടക്കം കൊടുത്തിട്ടില്ല. അപ്പോൾ വിട്ട ഭാഗങ്ങൾ മുഴുവനായിട്ട് നമ്മൾ കാണാതെ ചൊല്ലിക്കൊടുത്താൽ നമുക്കിവിടെ 3 മാർക്ക് കിട്ടും. ഓക്കെ. അപ്പോൾ എങ്ങനെയാണ് IPS 2ൻ്റെ മുഹബ്ബുൽ ഇസ്ലാമിൻ്റെ മോഡൽ അതൊന്ന് മനസ്സിലാക്കി വെക്കുക. അതനുസരിച്ചിട്ട് നമുക്ക് മക്കൾക്ക് പറഞ്ഞു കൊടുക്കാം. നമുക്ക് എക്സാമിൻ്റെ ഒരു പാറ്റേൺ മനസ്സിലായാൽ നമ്മൾ അതനുസരിച്ച് പഠിപ്പിച്ചാൽ മതി. അല്ലാഹു തആല നമുക്ക് നമ്മുടെ മക്കൾക്കും നല്ല രീതിയിൽ പഠിക്കുവാനും മുന്നേറുവാനും തൗഫീഖ് നൽകട്ടെ. പഠിച്ച കാര്യങ്ങൾക്ക് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും ഇഹലോകത്ത് വിജയിപ്പിക്കാനും അതൊരു കാരണമാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.